വെടിനിർത്തൽ കരാറിനെ തുടർന്ന് ഇസ്രയേൽ വിട്ടയച്ച മൃതദേഹങ്ങൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ലെന്ന് റിപ്പോർട്ട്. ഇസ്രയേൽ വിട്ടുകൊടുത്ത 90 പലസ്തീനികളുടെ മൃതദേഹങ്ങളിൽ പലതിലും ക്രൂരമർദ്ദനത്തിന്റെ പാടുകളുണ്ടെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത്. പീഡനത്തിന്റെ തെളിവുകൾ, വധശിക്ഷ, വെടിയേറ്റ പാടുകൾ തുടങ്ങിയവ മൃതദേഹങ്ങളിൽ കാണാമെന്ന് റെഡ് ക്രോസിൽ നിന്നും മൃതദേഹങ്ങൾ ഏറ്റുവാങ്ങിയ ഖാൻ യൂനീസിലെ നാസർ ആശുപത്രിയിലെ ഡോക്ടർമാർ പറയുന്നുണ്ട്. മൃതദേഹങ്ങൾ ഒന്നും തന്നെ തിരിച്ചറിയാൻ സാധിച്ചില്ലെന്നും ഡോക്ടർമാർ വ്യക്തമാക്കി. മൃതദേഹങ്ങളിൽ പലതും കണ്ണ് കെട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. കണ്ണുകൾക്കിടയിൽ വെടിയേറ്റത്തിന്റെ പാടുകളുണ്ട്. മിക്കവരും വധശിക്ഷയ്ക്ക് വിധേയരായവരാണ്. ശരീരത്തിലെ മുറിവുകൾ തെളിയിക്കുന്നത് കൊല്ലപ്പെടുന്നതിന് മുൻപ് അവർക്ക് മർദ്ദനമേറ്റെന്നാണ്. കൊല്ലപ്പെട്ടതിനു ശേഷവും മൃതദേഹങ്ങളോട് ക്രൂരത കാട്ടിയതിന്റെ തെളിവുകൾ മൃതദേഹത്തിലുണ്ട്. തിരിച്ചറിയൽ രേഖകൾ ഇല്ലാതെയാണ് ഇസ്രയേൽ സേന മൃതദേഹം വിട്ടുകൊടുത്തതെന്നും ആക്രമണങ്ങളിൽ നശിച്ച ഗാസയിലെ ആശുപത്രിയിൽ DNA വിശകലനം നടത്താനുള്ള സംവിധാനമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അതേസമയം ഗാസയിലെ തകർന്ന സ്ഥലങ്ങളിൽ നിന്നും ഇസ്രയേൽ ബന്ദികളുടെ മൃതദേഹം കണ്ടെടുക്കുന്നത് ബുദ്ധിമുട്ടുള്ള പ്രക്രിയയാണെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഇതൊരു ഭയാനകരമായ പ്രക്രിയയാണെന്നും അതിനെക്കുറിച്ച് സംസാരിക്കാൻ തനിക്ക് ഇഷ്ടമില്ലെന്നും ട്രംപ് വൈറ്റ് ഹൌസിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കി. നിലവിൽ വെടിനിർത്തൽ കരാറിന് ശേഷവും ഗാസയിൽ ഇസ്രയേലിന്റെ ആക്രമണങ്ങൾ തുടരുകയാണ്. അധിനിവേശ വെസ്റ്റ് ബാങ്കിലെ നബ്സലിൽ കടന്നു കയറി ഇസ്രയേൽ സൈന്യം നടത്തിയ റെയ്ഡിൽ 2 പേർ കൊല്ലപ്പെട്ടെന്നാണ് വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഇസ്രയേൽ നടത്തിയ റെയ്ഡിനെ തുടർന്നുണ്ടായ ആക്രമണത്തിൽ 4 കുട്ടികൾ ഉൾപ്പെടെ 8 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സ്ഥലത്തെ ഒരു വീട് ഉപരോധിക്കുകയും ഒരാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തതിനു ശേഷം ഇസ്രയേൽ സേന വെസ്റ്റ് ബാങ്കിൽ നിന്ന് പിന്മാറിയെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നുണ്ട്.